ഇതെല്ലാം മുടി കൊഴിച്ചിലുണ്ടാക്കും. അപ്പോൾ എന്താണ് പ്രശ്നമെന്നറിയാതെ വെറുതെ നമ്മൾ ഓയിൽ യൂസ് ചെയ്ത് ചിലപ്പം അതിൽ വലിയ കാര്യം ഉണ്ടാവില്ല. ഒരാൾക്ക് അവരുടെ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്ന കുറവുകൾ, വൈറ്റമിൻ ഡിയിൽ ഉണ്ടാകുന്ന പ്രശ്നം, വൈറ്റമിൻ B12ൻ്റെ കുറവുകൾ, അല്ലെങ്കിൽ DST അല്ലെങ്കിൽ PCOS പാനൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം മുടി കൊഴിച്ചിലുണ്ടാക്കും. അപ്പോൾ എന്താണ് പ്രശ്നമെന്നറിയാതെ വെറുതെ നമ്മൾ ഓയിൽ യൂസ് ചെയ്ത് ചിലപ്പം അതിൽ വലിയ കാര്യം ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം നോർമലായിട്ട് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള മൾട്ടി ന്യൂട്രീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പ്രോട്ടീനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ചിക്കൻ, ബീഫ് പോലത്തെ ഫുഡ് കഴിക്കുന്നതും നമുക്ക് മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാൻ അത് സഹായിക്കും. ഇത് കൂടാതെ ഹൈ ടെസ്റ്റോസ്റ്റിറോൺ അടങ്ങിയിട്ടുള്ള ആളുകൾക്ക് നല്ല ഹെയറി ബോഡി ആയിരിക്കും, പക്ഷേ തലയിൽ രോമം കുറവായിരിക്കും, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ നന്നായിട്ട് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അവർക്ക് പൊതുവെ നമ്മൾ പറയുന്നത് നന്നായിട്ട് പ്രോട്ടീൻ കഴിക്കുന്ന ആളുകളായിരിക്കും, അവരുടെ ബോഡി ഹീറ്റ് ഭയങ്കര കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് ഈ ഭക്ഷണം കഴിക്കുന്നതോട് കൂടെ നന്നായിട്ട് സലാഡ്സ് ഉപയോഗിക്കുന്നത്, ശരീരം തണുപ്പിക്കുന്നത് മുടി കൊഴിച്ചിൽ കുറക്കാൻ സഹായിക്കും. നമ്മൾ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ബോർവെൽ വാട്ടർ യൂസ് ചെയ്യുന്ന ആളുകൾ, ക്ലോറിനേറ്റഡ് വാട്ടർ യൂസ് ചെയ്യുന്ന ആളുകൾ, ആ വെള്ളത്തിൻ്റെ കട്ടി കൂടുതൽ കാരണം, ഉപ്പടങ്ങിയിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ ആൽക്കലി അടങ്ങിയിട്ടുള്ള വെള്ളം കാരണം നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവും. അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതും ഇത്തരത്തിലുള്ള കാരണം കണ്ടെത്തി മുടി കൊഴിച്ചിൽ ചികിത്സിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്.